ഗുഡ് മോർണിംഗ്. എക്കോസിസ്റ്റം എന്നുള്ള മൊഡ്യൂളിൻ്റെ റിവിഷനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എക്സ്പ്ലെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇൻ ദ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ടോൾ ആൻഡ് ഡെൻസ് ട്രീസ് ഗ്രോ ദാറ്റ് സപ്പോർട്ട് മെനി അനിമൽസ് ആൻഡ് ബേർഡ്സ്. അതായത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ ഉയരം കൂടിയതും ഡെൻസും ആയിട്ടുള്ള ട്രീ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് അത്തരം ഇതിനാണ് എന്ത് പറയുന്നത്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ ദ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ടോൾ ആൻഡ് ഡെൻസ് ട്രീസ് ഗ്രോ ദാറ്റ് സപ്പോർട്ട് മെനി അനിമൽസ് ആൻഡ് ബേർഡ്സ്. അതിലെന്തുണ്ടാവും, അനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ടാവുന്നു. ആ സിസ്റ്റമാണ് എന്ത്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഒന്നുകൂടി, ഇൻ ദ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ടോൾ ആൻഡ് ഡെൻസ് ട്രീസ് ഗ്രോ that support many animals and birds. Then different types of forest ecosystem. First one, tropical rainforest. They are found near the equator with high temperature. നമ്മൾ കേട്ടിട്ടുണ്ട് ഉഷ്ണമേഖല മഴക്കാടുകൾ, അതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇക്വേറ്ററിൽ കാണപ്പെടുന്നതാണ്. ഇക്വേറ്ററിലാകുമ്പോൾ തന്നെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അടുത്തത് ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ്. ഡിസീഡിയസ് എന്ന് പറഞ്ഞാൽ ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ ട്രോപ്പിക്കൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ദേ ഫൗണ്ട് ലിറ്റിൽ അവേ ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഏതുണ്ടാകുന്നത്, ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ്. ക്യാരക്ടറൈസ്ഡ് ബൈ വാം ക്ലൈമറ്റ് ആൻഡ് റെയിൻ ഓൺലി ഡ്യൂറിങ് ദ മൺസൂൺ. വാം ക്ലൈമറ്റ് ആണ്, എന്താണ്, മൺസൂൺ ആകുമ്പോൾ എന്താണ്, മഴയും ലഭിക്കും. അതാണ് എന്ത്, ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ്. ക്യാരക്ടറൈസ്ഡ് ബൈ ഡ്രൈ ക്ലൈമറ്റ് ഫോർ ലോങ് ടേം. നീണ്ട കാലത്തേക്ക് എങ്ങനത്തെ ക്ലൈമറ്റാണ്, ഡ്രൈ വരണ്ട ക്ലൈമറ്റാണ് ഇതിൽ, ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ്. ദെൻ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്. ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ശീതോഷ്ണ മഴക്കാടുകൾ. Temperate rain forest. They are found in temperate areas with adequate rainfall. ആവശ്യത്തിന് മഴ ലഭിക്കുന്ന പ്രദേശത്തിലാണ് ഏതുണ്ടാവുന്നത്, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ് ഏരിയാസ് വിത്ത് അഡിക്വേറ്റ് റെയിൻഫാൾ. മിതശീതോഷ്ണ മേഖലകളിൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ദെൻ നെക്സ്റ്റ്, ടെമ്പറേറ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ്. മിതശീതോഷ്ണ ഇലപൊഴിയും വനങ്ങൾ, ടെമ്പറേറ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ ഏരിയ ഓഫ് മോഡറേറ്റ് ടെമ്പറേച്ചർ. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിലാണ് ഏത് കാണുന്നത്, ടെമ്പറേറ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് പേരോർത്താലും മതി. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ്, ദെൻ ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്, ദെൻ ടെമ്പറേറ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ്. ദെൻ next one, characteristics of forest ecosystem. It make the generation of many ponds and streams. കുളങ്ങളും അതായത് സ്ട്രീംസ്, അരുവികളൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്, അതിൻ്റെയൊക്കെ ജനറേഷൻ ഏത് കാരണമാകുന്നു, ഫോറസ്റ്റ് എക്കോസിസ്റ്റം കാരണമാകുന്നു. ഇറ്റ് മെയിൻറ്റെയിൻ ദ ക്ലൈമറ്റ് ആൻഡ് റെയിൻഫോൾ. കാലാവസ്ഥേനെയും മഴേനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇറ്റ് പ്രൊട്ടക്ട് മെനി വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. വൈൽഡ് ലൈഫിനെയും ബയോഡൈവേഴ്സിറ്റിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇറ്റ് സോയിൽ ഈസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ന്യൂട്രിയൻസ്. ഓർഗാനിക് മാറ്റർ കൊണ്ട് ന്യൂട്രിയൻസ് കൊണ്ട് റിച്ചാണ് ഇത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ സോയിൽ എന്ന് പറയുന്നത്. അതത്രയാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇറ്റ് മേക്ക് ദ ജനറേഷൻ ഓഫ് മെനി പോണ്ട്സ് ആൻഡ് സ്ട്രീംസ്. ഇറ്റ് മെയിൻറ്റെയിൻ ദ ക്ലൈമറ്റ് ആൻഡ് റെയിൻഫാൾ. It protect many wildlife and biodiversity. Its soil is rich in organic matter and nutrients. That are the characteristics of forest ecosystem. Then next one, structure and functions. Forest ecosystem structure എന്താ നോക്കാം. ബയോട്ടിക് കമ്പോണൻസ് ഉണ്ടാവും, അബയോട്ടിക് കമ്പോണൻസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ്, അത് തന്നെയാണ് പഠിക്കും. ബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക് കമ്പോണൻസിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആരാണ്, ട്രീസ് ആൻഡ് സ്hrubs ആണ്, അതായത് മരങ്ങളും കുറ്റിച്ചെടികളും. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ
പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. അതിൽ പ്രൈമറി കൺസ്യൂമർ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെയാണ് പറയുന്നത്. ആൻസ്, ഫ്ലൈസ്, ഇൻസെക്റ്റ്, സ്ക്യൂറൽ, ഡിയർ. ഉറുമ്പ്, ഈച്ചകൾ, ഇൻസെക്റ്റ്, പിന്നെ മാന്, അണ്ണാന്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഇതിലെ പ്രൈമറി കൺസ്യൂമേഴ്സാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ. ഇത് കാടുകളിൽ കാണുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? കൗ, ഗോട്ട് അതൊന്നും എഴുതാൻ പാടില്ല. കാരണം ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലുള്ളത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ദെൻ സെക്കൻഡറി കൺസ്യൂമർ, അവയെ ഭക്ഷിക്കുന്നത് ഫോറസ്റ്റിലുള്ള സ്നേക്ക്, ബേർഡ്സ്, ഫോക്സ്. ദെൻ ടെർഷ്യറി കൺസ്യൂമേഴ്സ് ഫോറസ്റ്റിലുള്ളത് ലയൺ, ടൈഗർ. ഓക്കെ, നമുക്കറിയുന്നതാണ്. ദെൻ ഡീകമ്പോസേഴ്സ്, അത് ഡീകമ്പോസേഴ്സ് എവിടെയാണെങ്കിലും ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ഇതാണ് അതിൻ്റെ ബയോട്ടിക് കമ്പോണൻസ്, ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പോണൻസ്. ഇനി അതിൽ അബയോട്ടിക് കമ്പോണൻസ്. അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത, ദ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആൻഡ് മിനറൽസ്. ഇതൊക്കെയാണ് അബയോട്ടിക് കമ്പോണൻസ്, ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് മിനറൽസ്. ഓക്കെ, അബയോട്ടിക്. അപ്പോൾ ഇത്രയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അപ്പോൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും നിങ്ങൾ എഴുതണം. ഓക്കെ, ഒന്നുകൂടി നോക്കാം. എക്സ്പ്ലെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ചോദിച്ചാൽ ഇത്രയും എഴുതണം. ഇൻ ദ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ടോൾ ആൻഡ് ഡെൻസ് ട്രീസ് ഗ്രോ ദാറ്റ് സപ്പോർട്ട് മെനി അനിമൽസ് ആൻഡ് ബേർഡ്സ്. പല ടൈപ്പ് ഉണ്ട്. ട്രോപ്പിക്കൽ റൈൻ ഫോറസ്റ്റ് ഉണ്ട്, ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ് ഉണ്ട്, ടെമ്പറേറ്റ് റൈൻ ഫോറസ്റ്റ് ഉണ്ട്, ടെമ്പറേറ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ് ഉണ്ട്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ് ജനറേറ്റ് മെനി പോൺസ് ആൻഡ് സ്ട്രീംസ്. ഇറ്റ് മെയിൻറ്റെയിൻ ക്ലൈമറ്റ് ആൻഡ് റെയിൻഫോൾ. ഇറ്റ് പ്രൊട്ടക്റ്റ് മെനി വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഇറ്റ് സോയിൽ ഈസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ന്യൂട്രിയൻസ്. ഓക്കെ, ദെൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിൽ ബയോട്ടിക്, അബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസർ ഇവിടെ എന്താണ്? ട്രീസ് ആൻഡ് സ്hrubs ആണ്. കൺസ്യൂമർ പ്രൈമറി കൺസ്യൂമർ ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമർ ഉണ്ട്, ടെർഷ്യറി കൺസ്യൂമർ. അപ്പോൾ ഫോറസ്റ്റിലുള്ളത് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ദെൻ ഡീകമ്പോസേഴ്സ്, ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ദെൻ അബയോട്ടിക് കമ്പോണൻസ് ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് മിനറൽസ്. ഓക്കെ, ഇത്രയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ദെൻ നെക്സ്റ്റ് വൺ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഇപ്പോൾ ഗ്രാസ് ലാൻഡ് നമുക്കറിയാം, പുൽമേടുകൾ, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ആണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, പോളാർ ഗ്രാസ് ലാൻഡ്. ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്, ദെൻ പോളാർ ഗ്രാസ് ലാൻഡ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എ പ്ലെയിൻ ലാൻഡ് ഓക്യുപ്പൈഡ് ബൈ ഗ്രാസസ്. പരന്ന പ്രതലം അല്ലേ, എന്താണ്? ഗ്രാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോയിൽ ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. ന്യൂട്രിയൻസ് കൊണ്ട് ഓർഗാനിക് മാറ്റർ കൊണ്ട് റിച്ച് ആയിരിക്കും ഇത് ഗ്രാസ് ലാൻഡ്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഗ്രാസിങ്ങിന്, അതായത് മേയുന്നതിന്. ഇപ്പോൾ കൗ, ഗോട്ട്, ബഫല്ലോ ഇവയ്ക്കൊക്കെ മേച്ചിലിന് പറ്റിയ സ്ഥലമാണ് ഇത് ഗ്രാസ് ലാൻഡ്. ദെൻ ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ഓർ അൺഈവൻ റെയിൻഫാൾ. റെയിൻഫാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ സീസൺ ആയിട്ടല്ലാവില്ല, എപ്പോൾ ആണെങ്കിലും മഴ പെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉണ്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഉണ്ട്, പോളാർ ഗ്രാസ് ലാൻഡ്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എ പ്ലെയിൻ ലാൻഡ് ഓക്യുപ്പൈഡ് ബൈ ഗ്രാസസ്. സോയിൽ ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഗ്രേസിംഗ്. ദെൻ ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ഓർ അൺഈവൻ റെയിൻഫാൾ. ദെൻ നെക്സ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അപ്പോൾ സ്ട്രക്ചറിൽ ബയോട്ടിക്കും അബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ എന്തായിരിക്കും? ട്രീസ് എഴുതാൻ പറ്റില്ല. ഇവിടെ എന്താണ്? ഗ്രാസ് ആൻഡ് സ്hrubs ആണ്. ഓക്കെ, ദെൻ കൺസ്യൂമർ ആരാണ്? പ്രൈമറി കൺസ്യൂമേഴ്സ് കൗസ്, ബഫലോസ്, ഡീർ. ഓക്കെ, അപ്പോൾ പ്രൈമറി, അപ്പോൾ ഇവിടെ എന്താണ്? കൗസും ബഫലോസൊക്കെ വരും, പുൽമേടുകളാണ് അല്ലേ. ഡീർ, മാനുകളൊക്കെ വരും. സെക്കൻഡറി കൺസ്യൂമർ എന്താണ്? അവയെ ഭക്ഷിക്കുന്നത് സ്നേക്സ്, ബേർഡ്സ്, ഫോക്സ്. ദെൻ ടേർഷ്യറി കൺസ്യൂമേഴ്സിൽ ഹോക്സ്, ഈഗിൾ, ഇത് പരുന്തൊക്കെ. അവിടെ ടൈഗറും ലയണൊന്നും എഴുതരുത്, പുൽമേടുകളാണ്. ഓക്കെ, ദെൻ ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് പിന്നെ ഏതൊക്കെ? ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ദെൻ അബയോട്ടിക് കമ്പോണൻസ് എന്തെന്നെ? ദ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇത്രയാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ചോദിച്ചാൽ എഴുതേണ്ടത്. ഒന്നുകൂടി നോക്കാം. എക്സ്പ്ലെയിൻ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ടൈപ്സ് ഉണ്ട്,
ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, പോളാർ ഗ്രാസ് ലാൻഡ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: plain land occupied by grasses, soil rich in nutrients and organic matter. It is ideal for grazing, characterized by low or uneven rainfall. പിന്നെ ബയോട്ടിക്കും അബയോട്ടിക്കും. ബയോട്ടിക്കിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്. കൺസ്യൂമർ 3 തരം: പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ. ദെൻ ഡീകമ്പോസേഴ്സ്, ബാക്ടീരിയ ആൻഡ് ഫംഗൈ. അപ്പോൾ ഇത് വനത്തിൻ്റെ, അതായത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആകുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾ വെച്ച് എഴുതിയാൽ മതി. ഗ്രാസ് ലാൻഡിലാണെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങൾ വെച്ചിട്ട് എഴുതുക. ഓക്കെ, സിമ്പിളാണ്. ദെൻ അബയോട്ടിക് കമ്പോണൻസ് രണ്ടിലും തന്നെയാണ്, ഇത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ കീടനാശിനികളൊക്കെ, ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ഭാഗത്തുള്ള സോയിലിൽ ഈ ടോക്സിക് വരും, ഈ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ഇത് ആദ്യം എവിടെ എത്തും? പ്രൊഡ്യൂസേഴ്സിലെത്തും, അതായത് സസ്യങ്ങളിലെത്തും. ഈ സസ്യങ്ങളെ ഭക്ഷിക്കുന്നവരെ ശരീരത്തേക്ക് അത് വീണ്ടും കടക്കും. അതായത് അടുത്ത ട്രോപ്പിക് ലെവൽ, അടുത്ത ആഹാര ശൃംഖലയ്ക്കായി ചാടി. അപ്പം ഇനി അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിക്കുന്ന കാലത്തോളം എന്ത് ചെയ്യും? ഈ ടോക്സിക് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. ഇനി അവയെ ഭക്ഷിക്കുന്നതോ അടുത്ത ട്രോപ്പിക് ലെവലിലോ അത്രയും എമൗണ്ട് ടോക്സിക് എന്ത് ചെയ്യും? അവരുടെ ശരീരത്തിൽ എത്തും. അങ്ങനെ ഈ ടോക്സിക് ലെവൽ എന്ത് ചെയ്യാണ്? കൂടിക്കൂടി വരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്താ നോക്കാം. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻ ഈച്ച് ലെവൽ ഓഫ് ദ ഫുഡ് ചെയിൻ ഈസ് കാൾഡ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൂടിക്കൂടി വരുന്നതിനാണ് എന്ത് പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഇവിടെ എന്താണ്? ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ അളവ് ഓരോ ഫുഡ് ചെയിനിലും കൂടി വരുന്നതിന് എന്ത് പറയുന്നതോ? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് toxic substances in each level of the food chain is called biological magnification. Then in this, when producers take inorganic nutrients, along with that they also take some toxic substances and store it in their body. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന് ഇനോർഗാനിക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ടോക്സിക് സബ്സ്റ്റൻസും കൂടി കടന്നുകൂടിയിട്ട് അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? സ്റ്റോർ ആവും. വെൻ കൺസ്യൂമേഴ്സ് ഈറ്റ് പ്ലാന്റ്സ്, അപ്പോൾ കൺസ്യൂമർ പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ടോക്സിക് സബ്സ്റ്റൻസസ് വിൽ എൻ്റർ ഇൻ ടു ദെയർ ബോഡി, അവയുടെ ബോഡിയിലോട്ട് അത് കടക്കുകയും ആൾസോ ആൻഡ് വിൽ ബി സ്റ്റോർഡ്, അത് അവിടെ എന്ത് ചെയ്യും? സ്റ്റോർ ആവുകയും ചെയ്യും. അങ്ങനെ thus the concentration of toxic substances increases in the body of the consumer. കൺസ്യൂമറിൻ്റെ ബോഡിയിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. വെൻ ദീസ് കൺസ്യൂമേഴ്സ് ആർ ഈറ്റൺ അപ്പ്, ദിസ് വിൽ മൂവ് ടു നെക്സ്റ്റ് ട്രോപ്പിക് ലെവൽ. ഇനി അടുത്ത ട്രോപ്പിക്, ഇവരെ ഭക്ഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ടോക്സിക് എന്ത് ചെയ്യും? അടുത്ത ട്രോപ്പിക് ലെവലിലോട്ട് എത്തുന്നു. ആൻഡ് ഗെറ്റ് സ്റ്റോർഡ് ഇൻ ലാർജർ എമൗണ്ട്. അതെന്ത് ചെയ്യും? ടോക്സിക് എന്ത് ചെയ്യും? ലാർജർ എമൗണ്ടിൽ സ്റ്റോർ ആവും. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ? അപ്പോൾ എന്താണ്? ടോക്സിക് ലെവൽ എന്ത് ചെയ്യാണ്? കൂടിക്കൂടി വരുന്നതിനാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ആദ്യം എന്ത് ചെയ്യും? സസ്യങ്ങളിൽ അത് എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന് എന്ത് ചെയ്യും? ടോക്സിക് സബ്സ്റ്റൻസ് കടന്നുകൂടുന്നു. പിന്നെ അവയെ ഭക്ഷിക്കുന്നവരെ ശരീരത്തിലെത്തുന്നു. പിന്നെ അവയെ ഭക്ഷിക്കുന്ന ശരീരത്തിൽ. ഓക്കെ, ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റത്തെ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ദെൻ അതിൻ്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ സ്ട്രക്ചർ, ദെൻ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, അതിലെ ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ്, സ്ട്രക്ചർ, ദെൻ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.